ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹൈദരാബാദി ഗ്രീൻ മട്ടൺ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായി ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിനായി 2 മീഡിയം ടൈപ്പ് സവാള എടുത്തിട്ടുണ്ട്, അല്പം പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ലോ സിമ്മിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ പൊടികളൊക്കെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമ്മളുടെ മട്ടൺ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മസാലകളൊക്കെ നമ്മുടെ മീറ്റിൽ നന്നായി പിടിക്കുന്ന വിധം നന്നായി ഇളക്കുക. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ വിട്ടുപോയി. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഓപ്പൺ ചെയ്യാതെ മാറ്റി വെക്കാം. നമ്മുടെ ഗ്രീൻ ചിക്കന് കളർ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയിലയും പുതിനയിലയും. 2 തണ്ട് പുതിനയിലയും ബാക്കി മല്ലിയിലയും കൂടി എടുക്കുക. ഇനി ഇത് മിക്സിയിലൊന്ന്
നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതിൽ ഞാൻ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല, മല്ലിയിലയും പുതിനയിലും മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് നല്ല ഗ്രീനിഷ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം കളർ കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിൽ ആഡ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഞാൻ ഇവിടെ ഒരു 10 കാഷ്യൂനട്ടും അതുപോലെ 10 ബദാമും എടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. നമുക്ക് ഇനി കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മട്ടൻ നല്ലതുപോലെ വെന്തിട്ടുണ്ടോ നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യമായി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെയും ബദാമിൻ്റെയും മിക്സ് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ കുക്കായി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മല്ലിയില പുതിനയുടെയും മിക്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല ഗ്രീൻ കളറായി വന്നിട്ടുണ്ട്. ഇനി മിക്സിൽ കിടന്ന് നമ്മുടെ മട്ടൻ നന്നായിട്ട് ഒന്നുകൂടി ഒരു 10 മിനിറ്റ് കൂടി കുക്കാവണം. നമ്മുടെ ഹൈദരാബാദി ഗ്രീൻ മട്ടൺ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ഗ്രേവി കഴിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.